ആദ്യമായി എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് വർഗീസ് ജേക്കബ് എന്നാണ്. പള്ളിപ്പുറമാണ് സ്ഥലം, മുനമ്പം. സാറെ കേൾക്കാമോ? ഹലോ സാറ് കേൾക്കാമോ? പറഞ്ഞോളൂ. എന്റെ സ്ഥലം പള്ളിപ്പുറമാണ്. ഞാൻ ഒരു 10-35 വർഷക്കാലം പ്രവാസിയായിരുന്നു. ഇപ്പൊ നാട്ടില് ചെറിയ രീതിയിൽ ഇങ്ങനെ നടന്നു ജീവിച്ചു പോണ്. അങ്ങനെയാണ്. ഇപ്പൊ ഇതിനകത്തേക്ക് വന്നത് നമ്മുടെ റെജി സാറിന്റെ വൈഫ് പ്രിയ മാഡം ആണ്. ഇതിനകത്തേക്ക് എന്നെ കൊണ്ടുവന്നത്. റെജി സാറാണ് നമ്മുടെ മുൻപം പോലീസ് സ്റ്റേഷനുടെ ഇവിടെ അടുത്ത് തന്നെ മുൻപം പോലീസ് സ്റ്റേഷനിൽ SI ആണ്. അവിടെ പ്രിയ മാഡം ഉള്ള സ്വന്തം ഭാര്യമാണ് കേട്ടോ, പറഞ്ഞില്ലാന്ന് വേണ്ട. എന്റെ അനിയനും കൂടിയാണ്. അവരാണ് ഇതിനകത്തേക്കൊക്കെ ആദ്യമായി എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത്. ആദ്യമൊന്നും ഞാൻ അതിനകത്തൊന്നും ഉൾപ്പെട്ടില്ല. എങ്കിലും ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോയി ആദ്യമായി എല്ലാവരെയൊക്കെ പരിചയപ്പെട്ട് അതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ഞാൻ ഇറങ്ങിയത്. മീറ്റിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം റെജി സാറും പ്രിയ മാഡവും കൂടി വന്ന് എന്നോട് പറഞ്ഞ് കുറച്ച് പ്രൊഡക്ഷൻ സാധനങ്ങളൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് ഒരു 10,000 രൂപയുടെ സാധനം എടുപ്പിച്ചു. അത് ഞാൻ ആർക്കും കൊടുത്തില്ല. ഞാനും എന്റെ വൈഫും കൂടി അത് കഴിച്ചു. എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ, ആദ്യമായിട്ടാണല്ലോ പറഞ്ഞത്. അപ്പൊ ഞാൻ ദിവസവും കണ്ണാടിയിലൊക്കെ പോയി നോക്കും, കയ്യ കാലൊക്കെ വിട്ടുപോവോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ നോക്കി. യാതൊരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലായത്. വൈഫ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഹോമിയോ മരുന്നാണ് കഴിച്ചിരുന്നത്. ഇംഗ്ലീഷ് മരുന്ന് കഴിഞ്ഞ വയറിന് ഭയങ്കരമായ എരിച്ചിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു മിക്ക സാധനങ്ങളും കഴിച്ചു കഴിഞ്ഞപ്പോ വളരെ മാറ്റങ്ങൾ വന്നു. അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ നാട്ടുകാരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആദ്യമായി ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് പേസ്റ്റ് വിറ്റിട്ടാണ്. വിറ്റതല്ല, പേസ്റ്റ് കൊടുത്തിട്ടാണ്. ഞാൻ ദിവസവും പള്ളിയിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു കൂട്ടുകാരന് പല്ല് വേദനയായിട്ട് വന്നേക്കാണ്. പല്ല് വേദന ഉണ്ട്, പുള്ളിങ്ങനെ കൈ കവളത്ത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് പറ്റി? അപ്പൊ പുള്ളി പറഞ്ഞ് എനിക്ക് ഭയങ്കര പല്ലുവേദന, 3 പല്ല് ഇളകി നിൽക്കുകയാണ്. അത് കാരണം ഡോക്ടർ. അപ്പൊ ഞാൻ ചോദിച്ചു ഡോക്ടറെ അടുത്ത് പോയില്ലേ? പോയി. ഡോക്ടർ പറഞ്ഞ് നീർദോഷം പറ്റട്ടെ, ആ പല്ലുവേദന ഇതിനുള്ള മരുന്ന് തന്നല്ലോ, പക്ഷെ ഭയങ്കര വേദനയാണ്, സംസാരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയും. ഓക്കെ, ഞാൻ പറഞ്ഞു ഇങ്ങനെ പല്ല് 3 ഇളകി നിൽക്കുകയല്ലേ, അപ്പൊ ഒരു പല്ല് എടുക്കണതിന് 300 രൂപ, അപ്പൊ 3 പല്ല് എടുക്കണതിന് 900 രൂപ. അതുകൂടാതെ മെഡിസിനും കൂടി തരും. എത്രയായി? ഒരു 1500 രൂപ വരും. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഒരു പേസ്റ്റ് ഉണ്ട്, ഒന്ന് തേച്ച് നോക്കുക, ഉപയോഗിച്ച് നോക്ക് എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ പല്ല് മുഴുവനും പൊഴിഞ്ഞു പോകും, ഇല്ലെങ്കിൽ ഈ പല്ലുവേദന മാറും. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഉപയോഗിക്കുക. പുള്ളിക്ക് മനസ്സോടെ പിറ്റേ ദിവസം ഞാനിങ്ങനെ ഈ പേസ്റ്റ് പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി. പള്ളിയിൽ പോയപ്പോ പുള്ളിക്ക് കൊണ്ടുപോയി കൊടുത്തു. പുള്ളിയോട് പറഞ്ഞു ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിക്കോ ധൈര്യമായിട്ട്, എന്നിട്ട് എന്താണെന്ന് നമുക്ക് പറയാമെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോവുകയും ചെയ്തു. അപ്പൊ നമ്മൾക്ക് മീറ്റിംഗ്, പ്രിയാമാടൊക്കെ ഒരു മീറ്റിങ്ങിനൊക്കെ പോയി. അങ്ങനെ കാലത്ത് ഒരാഴ്ച സമയത്ത് പള്ളിയിലൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ വന്ന് പുള്ളി എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞായറാഴ്ച പള്ളിയിൽ പോയപ്പോ പുള്ളി എന്നോട് ചോദിക്കുന്നത് അന്വേഷിച്ചിട്ട് കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞു എന്താണ്, പല്ലൊക്കെ തൊഴിഞ്ഞു പോയോ? ഈ പല്ലിയാക്കണ്ടല്ലേ പല്ല് പോയാല്. അപ്പൊ പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു ഇല്ല, പല്ലുവേദന മാറി, അത് മാത്രമല്ല മോണയിലുള്ള നീർദോഷവും ഒക്കെ മാറി. ഓ, സമാധാനമായി. അവരെ പുള്ളി വേഗം എടുത്ത വായിക്ക് പറഞ്ഞു ഞാൻ അന്വേഷിച്ചത് വേറെ ഒന്നിനുമല്ല, പൈസ തരാൻ വേണ്ടിയിട്ടാണ്. അന്ന് ആ പേസ്റ്റിന് 205 രൂപയാണ്, ഇന്ന് അത് വില കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉള്ള രീതിയിൽ പറഞ്ഞു അന്നൊരു കാര്യം, ഞാൻ 5 രൂപ തരണ്ട, വലിയ വിലയല്ലേ, 5 രൂപ ഡിസ്കൗണ്ട് പറഞ്ഞിട്ട് 200 രൂപ ഞാൻ വാങ്ങി. 200 MRP കൊടുത്തത്. ഉള്ള കാര്യം സത്യം, ഞാൻ ചതിയിലും വഞ്ചനയില്ലാത്ത ആളായത്. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തു. പുള്ളി പല്ലിന് ഓളുണ്ടായിരുന്നത്. ആ ഓള് വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു പല്ല് ഇളകി നിന്ന പല്ലാണല്ലോ, ഇത് എങ്ങനെ ഉറച്ച് എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ ഒരു പേസ്റ്റ് ഒരു കൂട്ടുകാരൻ തന്ന്, അത് ഉപയോഗിച്ചത് കൊണ്ടാണ് പല്ലുവേദനയൊന്നുമില്ല. അപ്പൊ ഡോക്ടർ എന്നെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും. എന്നോട് പറയാനില്ലല്ലോ, പുള്ളിയോട് പറഞ്ഞ് കൊള്ളാം, നല്ല സാധനമാണ്, തലക്കേടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് തന്നെ തോന്നി ഇതേപോലത്തെ പേസ്റ്റ് ഉപയോഗിച്ചാൽ എന്റെ കഞ്ഞി കൂടി മുട്ടുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി ഡോക്ടറുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. പക്ഷെ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കഴിയുമ്പോ പുള്ളി പറഞ്ഞു ഇങ്ങനെ നമുക്ക്, അപ്പൊ പുള്ളിയുടെ പല്ലെല്ലാം കംപ്ലീറ്റ് ക്ലീനൊക്കെ ചെയ്ത് പല്ലെടുക്കുകയൊക്കെ ചെയ്തത്. അതിന് ശേഷം പുള്ളി പറഞ്ഞ് എന്നോടൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഈ ഡോക്ടർ ഞാൻ പരിചയമുള്ള ആളാണ്.
പുള്ളിനെ പോയി ഞാൻ ഒരു ദിവസം കണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോ പുള്ളി പറഞ്ഞു എന്താണ് ഈ പേസ്റ്റ്, എന്താണ് നിങ്ങൾ ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു എലമെന്റ്സ് പ്രൊഡക്ഷനിൽ ആണ് ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് കയറിയതാണ്, ഒരു പേസ്റ്റ് ആണ്, നല്ല കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഓക്കെ നല്ലതാണ്, ഇവിടെ വേണമെങ്കിൽ കുറച്ച് ഇവിടെ വെക്കാം, പക്ഷെ ഞാൻ ആരോടും സജഷൻ ചെയ്യില്ല ഇത് വാങ്ങണമെന്നോ ഒന്നും പറയൂല, ഇവിടെ വെക്കാം. അങ്ങനെ വിചാരിച്ചു എന്തിനാണ് ആവശ്യമില്ലാത്തതാണ് ഇരിക്കണത് എന്നുള്ളൊരു മട്ടിൽ ഞാൻ പറഞ്ഞു ഓക്കെ സാർ പിന്നെ വരാമെന്ന് പറഞ്ഞത് പോകും. അതാണ് എനിക്ക് ആദ്യമായി കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൽ തുടങ്ങിയാണ് പിന്നെ പല പല രീതികളിലേക്ക് ഞാൻ പോയത്. കുറെ നല്ല നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടാമത് പറയാൻ പോണത് ഇതിലൊരു രസകരമായ സംഭവമാണ്. ഒരു കൂട്ടുകാരന്റെ അമ്മായിയുടെ മകള്, പുള്ളി ഇവിടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത ഒരു കുട്ടിയുണ്ട്. പക്ഷെ അതിന് എന്തോ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോ തുടങ്ങി പീരീഡിന്റെ പ്രോബ്ലം വന്നിട്ട് ഛർദി അങ്ങനെയുള്ള അസുഖങ്ങളാണ്, ഭയങ്കര ക്ഷീണമാണ്, കണ്ണൊക്കെ അങ്ങോട്ട് കുഴിഞ്ഞ് തൊണ്ടയിൽ ഒരു കുഴി അങ്ങനെയുള്ള ഇതൊക്കെ വന്നു. പക്ഷെ എന്നോട് അതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെ അമ്മായിയുടെ, എന്റെ കൂട്ടുകാരന്റെ അമ്മായിയുടെ മകളാണ്. അപ്പൊ ഇത് ആസ്പത്രിയിൽ പോകണം, അത് കൊടുങ്ങല്ലൂർ ആസ്പത്രിയിലെ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസം അവിടെ കിടക്കേണ്ട വരും. കിടന്നു കഴിഞ്ഞാൽ 5000-6000 രൂപ മാസം ചെലവാണ്, മാസമായി ഈ സമയത്ത്. അങ്ങനെ ഈ കൂട്ടുകാരോട് ഞാൻ പറയാം എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ ഒന്ന് വേണമെങ്കിൽ ഒരു കുറച്ച് മെഡിസിൻ തരാം, ഒന്ന് ഉപയോഗിച്ച് നോക്കുന്നു പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് അത് അത്ര താല്പര്യമായിട്ടൊന്നും എടുത്തില്ല. പുള്ളി അമ്മായിനോട് പോയി പറഞ്ഞപ്പോ അവരും അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ അവൻ ഒന്നും കൂടി പറഞ്ഞു ഒന്ന് നോക്ക്, അവിടെ 6000 രൂപയിലെ കൊടുക്കുന്നത്, ഇവിടെ അത്രയും വേണ്ടല്ലോ, ഒന്ന് നോക്ക്, പരീക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി അമ്മായിനോട് പറഞ്ഞു, അമ്മായി മനസ്സിലാവാതെ അവരത് ഉപയോഗിച്ചു. അപ്പൊ ഞാൻ കൊടുത്ത കുറച്ച് 4 ഐറ്റംസേ കൊടുത്തുള്ളൂ. ഒത്തിരി കൊടുക്കാമായിരുന്നു, പക്ഷെ 4 കൊടുത്ത. കാരണം ഈ കൂടുതൽ എമൗണ്ട് ഒക്കെ ആയി കഴിഞ്ഞാൽ അതൊന്നും വലിച്ചില്ലെങ്കിൽ പിന്നെ ആകെ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ധൈര്യമായിട്ട് തന്നെ കൊടുത്ത, കാരണം ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ടാണ് ഒരേ കാര്യം പറയുമ്പോൾ ഞാൻ ചെയ്യാറുള്ളൂ. ആ 4 ഐറ്റംസ് കൊടുത്തതിന് ശേഷം 15 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടിക്ക് വേദനയൊന്നും ഇല്ലാതെ പീരീഡായി. അത് എന്നോട് കറക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല, അവന്റെ കൂട്ടുകാരനോട് അവന്റെ അമ്മായി അവനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇപ്പൊ മുമ്പത്തെ പോലെ ഒന്നുമില്ല, ആശുപത്രി പോകേണ്ട വന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ കവചപ്രകാശം ഞാൻ കൊടുത്തിരുന്നു, അത് 45 ദിവസം കഴിക്കാൻ പറ്റും. ഒരു സ്പൂൺ വീതം വെച്ച് കഴിഞ്ഞാൽ 45 ദിവസം കഴിച്ച് 45 ദിവസം കഴിച്ചു കഴിഞ്ഞ്. പക്ഷെ അവരായിട്ട് അന്ന് കോണ്ടാക്ട് ഇല്ല. ഞാൻ കാലത്ത് പള്ളിയിൽ പോകുമ്പോ ഒരു 4000 രൂപ വന്നേക്കണം എന്റെ അക്കൗണ്ടിലേക്ക്. ഈ ഇത് 4000 രൂപ വന്നേക്കണം, ആരെങ്കിലും അക്കൗണ്ടിൽ കണക്ക് തെറ്റി ഇട്ടോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി തിരിച്ചു വന്ന സമയത്ത് അവിടെ നിന്ന് കോള് തിരിച്ചു വന്നതാണ്. അപ്പൊ തന്നെ അല്ല, കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒരു കോള് വന്നേക്കണ്, ഇങ്ങനെയാണ് എന്റെ അമ്മായിയാണ് ഞാൻ, മോനെ ഞാനൊരു 4000 രൂപ അടച്ചിട്ടുണ്ട്. അന്ന് കൊടുത്ത അവരങ്ങനെ പറഞ്ഞു, അന്ന് തന്നാ മരുന്നുകൾ എനിക്ക് ആവശ്യമുണ്ട്, ഇപ്പൊ വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് കറക്റ്റ് ആയിട്ടുള്ള അസുഖം. അപ്പൊ പുള്ളി അപ്പോഴാണ് കഥ അറിയണേ. കുട്ടിക്ക് ഈ പീരീഡ് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആശുപത്രിയിൽ പോകണം. കൊടുങ്ങല്ലൂർ ഒരു ആശുപത്രിയിലാണ് 2-3 ദിവസം കിടക്കേണ്ടി വരും. ഒരു 6000-7000 5000-6000 രൂപ അങ്ങനെയൊക്കെ വരും. അങ്ങനെയാണ്. എന്നാലും ഒരു കുറച്ച് ദിവസത്തേക്ക് കുറെ ഉണ്ടാവില്ല, കുറെ വിറ്റാമിൻ ഗുളികയൊക്കെ കഴിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഇത് തന്നെയാണ് വന്നേന്ന് പറഞ്ഞു. അപ്പൊ പീരീഡ് ഞാൻ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. 15 ദിവസം കഴിഞ്ഞപ്പോ പീരീഡായി. ഇപ്പൊ അതുകൂടാതെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ കുഴിയായിരുന്നു, അതെല്ലാം ലെവലായി. തൊണ്ടയിൽ കുഴിയായിരുന്നു, അത് മാറി. അതെല്ലാം മാറ്റി ഒരു ആരോഗ്യവതിയായിപ്പോ. അപ്പൊ ഞാൻ ചോദിച്ചു ഈ കുട്ടിക്ക് ഉണ്ടായിരുന്ന അസുഖം എന്തായിരുന്നു പിന്നെയും ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ഇങ്ങനെ പീരീഡിന്റെ പ്രശ്നം മാത്രമല്ല, എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുന്ന അസുഖമാണ്, അതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒരു 3 പ്രാവശ്യം ഇത് കഴിക്കും, 2 എണ്ണം കഴിക്കും, 3ാമത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയൊരു റിസൾട്ട് കിട്ടിയത്, അങ്ങനത്തെ ഒരു റിസൾട്ട്. പിന്നെ 3ാമത് ഒരു കാര്യം പറയണമെന്ന് വെച്ചാല് എന്റെ വൈഫിന്റെ കാര്യം തന്നെ പറയാം. പുള്ളിക്കാരി ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാറില്ല, ഹോമിയോ മരുന്നാണ് കൂടുതൽ കഴിച്ചിരുന്നത്. ഹോമിയോ മരുന്ന് കഴിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഇംഗ്ലീഷ് മരുന്ന് വയറിന് ഭയങ്കര എരിച്ചിലാണ്. അത് എനിക്ക് ആദ്യം തന്ന പ്രൊഡക്ഷൻ സാധനങ്ങൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാല് 95 ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും കഴിക്കുന്ന ഇതാ, ഒരാൾക്കും കൊടുത്തില്ല, ഞങ്ങൾ കഴിച്ച് കംപ്ലീറ്റ് തന്നു. അപ്പൊ പുള്ളി തന്നെ പറഞ്ഞു ഇപ്പൊ ആ വയറില് എരിച്ചിലൊക്കെ ഒന്നുമില്ല, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അല്ല എന്തോ ഒരു വ്യത്യസ്തത കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞ് അതിനുശേഷം പുള്ളിക്ക് കാലുവേദന വന്നു, ഉപ്പൂറ്റുവേദന. ഈ ജാമീൻ ഓയിലൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കാലിന് അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ആ കാലുവേദന ഒന്നുമില്ല, ഉപ്പൂറ്റിക്ക് ഇപ്പൊ ബുദ്ധിമുട്ടുമില്ല, കാലുവേദനയൊന്നുമില്ല. പിന്നെ പുള്ളിക്ക് അലർജി ഉണ്ടായിരുന്നു. വെളുപ്പിന് ഒരു 5 മണിക്ക് എണീക്കുമ്പോ വാഷ്റൂമിൽ പോയി വന്നു കഴിഞ്ഞാൽ തുമ്മലാണ്.
ഭയങ്കര തുമ്മലാണ്. അയലന്തരത്താരി അലാറം വെക്കണ്ട, കാരണം കറക്റ്റ് 5 മണിക്ക് ഇവിടെ തുമ്മല് തുടങ്ങും. തുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂക്കിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരും. അപ്പൊ ഞാൻ പറയുന്നത് അന്ന് ഇങ്ങനത്തെ കാര്യമായിട്ട് ഇതൊന്നും അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞു പേടിക്കാനില്ല, തലയുള്ള കാലം വരെ മൂക്കിൽ വെള്ളം ഉണ്ടാവും. തലയിൽ കാരണവര് പറഞ്ഞു കേട്ടിട്ടില്ലേ, തലയിൽ വെള്ളം ഒരിക്കലും പറ്റൂല എന്ന്. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നി നമ്മുടെ ആന്റി അലർജി അങ്ങോട്ട് കൊടുത്തു. ആന്റി അലർജിയും ബ്ലഡ് ഭൂരിപുറം ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോ ആ തുമ്മലൊക്കെ നിന്നിപ്പൊക്കെ അയലന്തരത്തുകാർ ചോദിക്കും എന്താ ഇപ്പൊ സൗണ്ട് ഒന്നും കേൾക്കണില്ലല്ലോ എന്ന്. കാരണം എന്താ വെച്ചാൽ അവര് അലാറം വെക്കണ്ടായിരുന്നു. ഇവിടെ കറക്റ്റ് അല്ലല്ലോ, 5 മണിക്ക് ശരിക്കും തുമ്മുള്ളൂ. ഇപ്പൊ ആ അസുഖം മാറിയ വീട് പെയിന്റ് പണിയൊക്കെ നടത്തിയിരുന്ന സമയത്ത് കണ്ടമാനം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്ക് അങ്ങനത്തെ ഒരു അലർജി ഉണ്ടായിരുന്നില്ല. എന്നോട് ഇറക്കി പറയും അത് കഴിച്ചുകൊണ്ട് മരുന്ന് കഴിച്ചുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നില്ല, തുമ്മല് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ. ഞാൻ പറഞ്ഞോക്കെ ഇതാണ്. ഇത് എനിക്ക് ധൈര്യമായിട്ട് പല ആളുകളോടും പറയാൻ പറ്റി. അവര് എല്ലാവരും ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടുകളാണ്. എനിക്ക് വന്നേക്കുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ കൊടുത്തിട്ടാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ പറയണത്. അതേപോലെ കാലുവേദന, എത്രയോ വർഷങ്ങളായ കാലുവേദന, ഹോമിയോ മരുന്ന്, ഇംഗ്ലീഷ് മരുന്ന്, അലോപ്പതി, സകല ഹോമിയോ മരുന്ന്, ഇതെല്ലാം കഴിച്ചിട്ടും കാലുവേദന മാറിയിട്ടില്ല. ഡോക്ടറുടെ അഭിപ്രായം ഓപ്പറേഷൻ ചെയ്യണം. എല്ല് തേയ്മാനം, ഇപ്പൊ പൊതുവെ എന്ത് പറഞ്ഞാലും എല്ലാവരും തേയ്മാനം, എല്ലാവർക്കും മരണം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. അപ്പൊ വൈഫിന്റെ കൂട്ടുകാരത്തിയാണ്, പുള്ളിയായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ പറഞ്ഞു ഇങ്ങനെ ഒരു ചാമ്പ്യൻ ഓയിൽ ഉണ്ട്, ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പുള്ളിക്കാരത്തി വേണ്ടി അടിക്കറി അത് വാങ്ങി. ഒന്നും ഞാൻ കൊടുത്തില്ല, ചാമ്പ്യൻ ഓയിലും വേദന ജെല്ലും മാത്രം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പുള്ളി 2-3 ദിവസം പറ്റി കഴിഞ്ഞപ്പോ ഞാൻ വാങ്ങിക്കൊണ്ട് പോകുമ്പോ ഞാൻ പറയാം നല്ല വേദന ഉണ്ടാവും, ചിലപ്പോ 3 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് നല്ല വേദന ഉണ്ടാവും. പുള്ളിക്കാരത്തി ഇങ്ങനെ പറ്റി 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തുടങ്ങി ഭയങ്കര വേദന ഉണ്ട്. എന്നെ വിളിച്ചു പറഞ്ഞു ജോളി എന്നെ ഭയങ്കര വേദന ഉണ്ട് എനിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ ആ ഓയിലും ഇത് മാത്രം തന്നെന്ന് പറഞ്ഞാൽ ഇത്രയും നാള് നിങ്ങൾ പല മരുന്നുകൾ കഴിച്ചിട്ട് കുറവില്ലാത്ത സമയത്ത് ഞാൻ ഒത്തിരി സാധനം തന്നാൽ കുറഞ്ഞില്ലെങ്കിലോ അത് നിങ്ങൾക്ക് വിശ്വസിക്കാനും ചിലപ്പോ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ വേദന ക്യാപ്സൂൾ തരാത്തതായിരുന്നു. വേദന ക്യാപ്സൂൾ കഴിക്കാൻ പറ്റും. പുള്ളിക്കാരി അപ്പോഴും ചാടിക്കയറി പറഞ്ഞു ആദ്യം അത് വാങ്ങുക, വേഗം ഞാൻ കഴിക്കാന്ന് പറഞ്ഞു. എന്റെ അടുത്ത് വേദന ക്യാപ്സൂൾ ഉണ്ടായിരുന്നു, ഞാൻ അത് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം കാലിന്റെ വേദനക്കൊക്കെ ഒരു മാറ്റം വന്നു. പുള്ളിക്ക് ഒരു വിശ്വാസം വന്നു. അങ്ങനെ വിശ്വാസം വന്നു കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഒരു പ്രാവശ്യം വേദന ക്യാപ്സൂൾ കഴിഞ്ഞ് ഒരു ഡബ്ബ കഴിഞ്ഞ ശേഷം രണ്ടാമത് പറഞ്ഞു എനിക്ക് വേദന ക്യാപ്സൂൾ വേണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വേദന ക്യാപ്സൂള് മുരിങ്ങയും കൂടി കൂട്ടി കൊടുത്തു. ഞാൻ പറഞ്ഞു ഈ മുരിങ്ങയും കൂടി കഴിച്ചാൽ നീർക്കെട്ടുകൾ മാറും, നീർക്കെട്ട് ഈ ബോണയിലൊക്കെ വീഴുന്നു നീർദോഷൊക്കെ അത് മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പുള്ളിക്ക് കൊടുത്തു. പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞു വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്, എങ്കിലും ഒരു ചെറിയ വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ കാലത്ത് എണീക്കുമ്പോൾ ബെഡിൽ നിന്ന് എണീക്കുമ്പോ അതാണ് വേദന, കുറച്ചു നേരം നടന്നു കഴിഞ്ഞാൽ ആ വേദന പോകും, പിന്നെയും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു എക്സർസൈസ് ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറ്റും. അപ്പൊ പുള്ളി പറഞ്ഞ് ഞാൻ പറഞ്ഞു ബെഡിൽ കിടക്കുമ്പോ തന്നെ നമ്മുടെ കാലിന് പാദം ഒന്ന് ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് വലിക്കുക, അത് കഴിഞ്ഞ് അങ്ങനെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആക്കുക. അങ്ങനെ ഒരു 5 പ്രാവശ്യം കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു എനിക്കിതുപോലെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു എക്സർസൈസ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു അത് ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയോ? നിങ്ങൾ കാലത്തെ എണീറ്റ് പോകുമ്പോൾ നിങ്ങൾ ഞരമ്പുകളിൽ കൂടി വെയിനിൽ കൂടി ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. നിങ്ങൾ ഈ എക്സർസൈസ് കാണണം, അത് 5 എണ്ണം ചെയ്താൽ മതി, കൂടുതലൊന്നും ചെയ്യേണ്ട. പാദം ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും ഒരു 5 പ്രാവശ്യം കഴിഞ്ഞു. നമ്മൾ സാധാരണ എല്ലാവർക്കും ചെയ്യും. അതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഞരമ്പ് ഓട്ടോമാറ്റിക്കലി വലിയണ പോലെ നമുക്ക് തോന്നും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാലുവേദന അങ്ങനെ വളരെയധികം കുറയും. ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് ഒരു 5 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു ചോദിച്ചു എങ്ങനെയുണ്ട്. വളരെ മാറ്റമുണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്? വളരെ മാറ്റം നടക്കണേനൊക്കെ ഒരു ചൊണ്ടലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഇപ്പോ ഞാൻ തമാശ രീതിയും പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇത് മാത്രമല്ല ബ്ലഡ് ഭൂരി പറയും 2-3 സാധനം കാൽസ്യം ഇതൊക്കെ ഒന്നും കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ മുൻപം തുടങ്ങി വൈപ്പിൻ വരെ ഓടാ ആ രീതിയിലാക്കി തരാം. ധൈര്യമായിട്ടിരിക്കും. ഇന്നലെ സാഗർ സാറ്, പ്രിയ മാഡം, അയ്യോ എനിക്ക് ഒരു സാധനം കൂടി വന്നു, മാഡത്തിന്റെ പേര് പെമ്പിളയുടെ പേര് ഞാൻ അങ്ങനെ അധികം മൈൻഡിൽ വെക്കാത്തതുകൊണ്ട് അത് മറന്നുപോയി കേട്ടോ. എല്ലാം മേഡം അവര് വന്നിട്ടുണ്ടായിരുന്നു. അവര് പോയി കാണണമെന്ന് വിചാരിച്ചു. അപ്പൊ അവര് അവിടെ ഉണ്ടായില്ല, കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ എങ്ങോട്ട് വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അടുത്ത വേണം കാണാൻ. വളരെ മാറ്റമുണ്ട്. ഇതും നല്ല അനുഭവമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ചാമ്പ്യൻ ഓയിലാണ് എല്ലാവർക്കും. ഹിയർ ബാലൻസിന് നെറുകയിൽ വെക്കുന്നത്, അതുകൂടാതെ ചെവിയുടെ 2 സൈഡിലും വെച്ചിട്ട്
അവർക്ക് അങ്ങനെ കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. വീട്ടിലത്തെ അനുഭവം തന്നെ പറയാം. എന്റെ മോൾക്കായിരുന്നു ആദ്യം, പുള്ളി സ്കൂളിലെ ടീച്ചറാണ്, പുള്ളിക്ക് എപ്പോഴും വളരെ ബുദ്ധിമുട്ട് വന്നിരുന്നു. അത് അവൾക്ക് കൊടുത്തു, അവളുടെ ആ അസുഖം അവളുടെ മാറി. ഞാൻ പറഞ്ഞു നീ ഒരു ബോട്ടിൽ കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഉപയോഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞു 1-2 ഉപയോഗിക്കുക, അത് കംപ്ലീറ്റ് മാറും. ഞാൻ പുള്ളിനോട് പറഞ്ഞു ഒരു ആയുർവേദ മരുന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന ഇംഗ്ലീഷ് മരുന്ന് പോലെ പെട്ടെന്ന് നമുക്ക് സഡൻ ആക്ഷൻ കിട്ടൂല. അത് കറക്റ്റ് ആയിട്ട് ആയുർവേദം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എലിമെന്റ്സ് പ്രൊഡക്ഷന്റെ കാര്യമല്ല, നമ്മുടെ പൊതുവെ കഴിച്ച് ആയുർവേദത്തിന്റെ ഇത് കഴിച്ചതാണ്. അത് അതിന്റെ വേരേപ്പാട് എടുത്ത് കളയുന്ന ഒരു സിദ്ധാന്തമുണ്ട് ആയുർവേദത്തിൽ. അതേപോലെ സാധനമുണ്ട്. ഇത് മരുന്നല്ല, എല്ലാവരോടും ഞാൻ പറഞ്ഞത് മരുന്നല്ല, സപ്ലിമെന്ററി ആണ്. പക്ഷെ അത് മരുന്നിന്റെ ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അനുഭവമാണ് ഇത്. ഇതാണ് ഇത് പറയണമെങ്കിൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്കുണ്ട്. സാറൊക്കെ വന്ന് കണ്ട് ഇവിടെ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ എന്റെ പുറകെ എന്ന് പറഞ്ഞാൽ കുറെ ആളുകളൊന്നുമില്ല, എന്റെ വീട്ടുകാർ തന്നെയാണ് എന്റെ പുറകെയുള്ള എല്ലാവരും. അപ്പൊ സാറ് ഇന്നലെ വന്ന് കുറെ ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. സാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രിയ മാഡന്റെ മോൻ റെജി, റോൾ റെജി, അതെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ, കാരണം നമ്മുടെ ലീഡേഴ്സ് ഒക്കെ നമ്മള് എന്ന് പറഞ്ഞ ആത്മാർത്ഥതയോടുകൂടി ഇങ്ങനെ നമ്മള് എന്താ പറയാ ആത്മാർത്ഥത്തോട്ട് പെരുമാറുന്നതാണ്. കാരണം അതിനെപ്പറ്റി പറയാ, ഞാൻ ആദ്യം മീറ്റിങ്ങിന് പോകുമ്പോ ഒരു കാര്യം പറയായിരുന്നു എപ്പോഴും, ഹെൽത്ത്, വെൽത്ത്, ഫ്രീഡം. അപ്പൊ ഞാൻ വിചാരിച്ചു ഹെൽത്ത് ഇല്ലാതെ പിന്നെ മുൻപത്തൊന്നും ഞാൻ ഇവിടെ വരുമോ? പിന്നെ പൈസ എല്ലാവർക്കും പണിയെടുത്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു വിവരം ഉണ്ട്. അതിനകത്ത് ഫ്രീഡം അത് എന്താണെന്ന് മനസ്സിലാക്കിയത് ഞാൻ നെല്ലാമ്പതി പോയപ്പോ അന്ന് രാത്രി, അന്ന് ഈ അത്ര രീതിയിലൊന്നും എനിക്ക് അറിയില്ല. ആദ്യമായിട്ട് ഞാൻ പോവാണ്. അപ്പൊ അവിടെ വിറകൊക്കെ ഇട്ട് കത്തിച്ച്, അപ്പൊ ഞാൻ വിചാരിച്ച ഈ തണുപ്പത്ത് വിറകിട്ട് കത്തിക്കണമെന്നാണ് വിചാരിച്ച. ചൂടാണ്, പക്ഷെ അവിടെ തണുപ്പില്ല. പക്ഷെ അന്നാണ് മനസ്സിലായത് എലിമെന്റ്സ് പ്രൊഡക്ഷന്റെ പല സാധനങ്ങളും കഴിച്ചിട്ട് എല്ലാവരും അടിപൊളി എനർജിയാണ്. അന്നാണ് മനസ്സിലാക്കിയത് ഞാൻ, ഹെൽത്ത് ഉണ്ട് ഇവിടെ, ഫ്രീഡം ഉണ്ട്, അതേപോലെ തന്നെ വെൽത്ത് ഉണ്ടെന്ന്. കാരണം അന്ന് അവിടെ നിന്ന് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും വന്ന ആളുകളാണ്. പക്ഷെ എല്ലാവരും ഒരു കുടുംബം പോലെ. സാഗർ സാറ്, സജി സാറ്, അനി സാറ്, ഇതൊക്കെ ഭയങ്കര എന്താന്ന് പറയാൻ നമ്മുടെ ഒരു സഹോദരൻ, ഒരു വീട്ടിൽ ഒരു സഹോദരങ്ങൾ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 5 സ്വഭാവമായിരിക്കും. പക്ഷെ അവിടെ അന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ വളരെ രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്യായിരുന്നു. അന്നാണ് മനസ്സിലായത് നമ്മൾക്ക് ഇത് എന്താണെന്ന് എനിക്ക് കൂടുതൽ. അതേപോലെ എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ പ്രമോദ് സാറ് ആ ഒരു മീറ്റിംഗിൽ ഒരു ലെക്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ഒരു ക്ലാസ് എടുത്തു. എന്നെ സംബന്ധിച്ച് നോക്കിയെങ്കിൽ ആ ക്ലാസ് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്തോന്ന് അറിയില്ല. പക്ഷെ നല്ല രീതിയിൽ എനിക്ക് ആ ക്ലാസ് എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ. കാരണം ആ മെഡിസിന്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ ആ മെഡിസിൻ എന്താണ്. കാരണം ഞാൻ ലിഫ്റ്റിക് ഒന്നും ഉപയോഗിക്കില്ല. ലിഫ്റ്റിക്കിനെ പറ്റിയിട്ട്, ആഫ്റ്റർ ഷേവിങ്ങിനെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ നമ്മൾ ദിവസവും ഷേവ് ചെയ്യാറുണ്ട്. ആ രോമകൂപങ്ങൾ പോയാൽ അവിടെ ഓളുകൾ ഉണ്ടാകുന്ന സംഭവം അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. കാരണം അവിടെ ഒത്തിരി പേര് ബുക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എഴുതുന്നത്, എന്തൊക്കെ എഴുതിയെന്ന് എനിക്കറിയില്ല. പക്ഷെ സാറ് പറഞ്ഞപ്പോ ആരും ഞാൻ എല്ലാവരും ശ്രദ്ധിച്ചു, ഒരാളും എഴുതുന്ന കണ്ടില്ല. സാറ് പറഞ്ഞ കേൾക്കുന്നുണ്ട്, അത് എന്താണെന്ന് ഉൾക്കൊള്ളില്ല. ഞാൻ ആലോചിക്കണതല്ലേ സാറ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിച്ച പിള്ളേർക്കൊക്കെ അറിയാം, ഒരു ലെക്ചറിങ് എങ്ങനെയാണ് ഒരു കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം, ആ രീതിയിലായിരുന്നു. പ്രമോദ് സാറിന് ഒരു ബിഗ് സെല്യൂട്ട് കൊടുക്കണം എല്ലാവരും എന്ന് പറഞ്ഞാൽ അത്ര രീതിയിലായിരുന്നു. പക്ഷെ സാറ് ഞാനോട്ട് സംസാരിച്ച്, സാറ് എന്നോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സാറ് പറഞ്ഞു എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ, എന്നെ വിളിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ